നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സന്ദേശത്തെക്കുറിച്ചല്ല. അല്ല, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ട ഒന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കൽപ്പുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു സാധാരണ നിമിഷമല്ല. പ്രപഞ്ചം അതിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വർഷിക്കാൻ പോകുന്ന സമയമാണിത്. കേട്ടില്ലേ? ഇതൊരു വെറും വാചകമല്ല, മറിച്ച് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. അതുകൊണ്ട് മുഴുവൻ ശ്രദ്ധയും ഇവിടെ വേണം. കാരണം ഇത് നിങ്ങളെക്കുറിച്ചാണ്. അപ്പോ എന്താണ് ഈ പറയുന്ന ദിശ മാറ്റുന്ന സന്ദേശം? എങ്ങനെയാണ് ഇതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവരാൻ കഴിയുക? ഇതിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഇത് മുഴുവനായി കേട്ട് ശരിക്കും ഉൾക്കൊള്ളുക എന്നതാണ്. അപ്പോഴാണ് ആ വാഗ്ദാനം ചെയ്ത അത്ഭുതം നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ മുന്നിൽ അടഞ്ഞുകിടന്ന വാതിലുകൾ അവയിനെ തുറക്കാൻ പോവുകയാണ്. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഇരുണ്ട ഘട്ടം, ആ വിഷമങ്ങളുടെ കാലം, അതൊക്കെ അവസാനിക്കാൻ പോകുന്നു. പകരം പുതിയ അവസരങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു ലോകത്തേക്കുള്ള പ്രതീക്ഷയുടെ വാതിലാണ് തുറക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവും, എന്റെ മുൻപത്തെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതാണല്ലോ, പിന്നെ ഇതെങ്ങനെ ശരിയാവുമെന്ന്. അതിനൊരു കാരണമുണ്ടാവാം. ഒരു പക്ഷേ ഈ സന്ദേശം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങളിലേക്ക് എത്താൻ കാത്തിരുന്നതുകൊണ്ടാവാം, അല്ലേ? ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത എന്തോ ഒന്നാവാം ആ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ഇവിടെ നിന്ന് നിർത്താം. കാരണം ഈ സന്ദേശം ആദ്യം തന്നെ സംസാരിക്കുന്നത് നിങ്ങളുടെ പറയാത്ത പോരാട്ടങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ആരോടും പറയാതെ നിശബ്ദമായി അനുഭവിച്ച ആ വേദനകളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് കടത്തിന്റെ ഭാരം, ആ സാമ്പത്തിക സമ്മർദ്ദം, അതിന്റെ മാനസികമായ ഭാരം, അത് നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഈ സന്ദേശം തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ആ ഭാരത്തിന് ഉടൻ തന്നെ ഒരു ഇളവ് വരുമെന്നും പറയുന്നു. അതുപോലെ തന്നെ തകർന്ന ബന്ധങ്ങൾ, അതിൽ നിന്നുണ്ടായ മുറിവുകൾ, ആ വേദന, അതെത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ സന്ദേശം ആ വേദനയെയും കാണുന്നുണ്ട്. അതോടൊപ്പം ആ ബന്ധങ്ങളിലൊക്കെ സ്നേഹവും വിശ്വാസവും തിരികെ വരാനുള്ളൊരു സാധ്യതയെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നു. പിന്നെയോ ഒറ്റപ്പെടൽ, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്, ഒരു കാലത്ത് നമ്മൾ അത്രയധികം വിശ്വസിച്ച ആളുകൾ തന്നെ നമ്മളെ വഞ്ചിക്കുന്നത്, ഇങ്ങനെയുള്ള വൈകാരികമായ പോരാട്ടങ്ങളെയും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. ശരിക്കും നിങ്ങളുടെ നിശബ്ദമായ ആ വേദനകളൊന്നും ആരും കാണാതെ പോയിട്ടില്ല എന്ന് ഉറപ്പു തരുന്ന അതിശക്തമായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ നിശബ്ദമായി കരഞ്ഞ ഓരോ കണ്ണുനീരും, നിങ്ങൾ നിശബ്ദമായി അനുഭവിച്ചതെല്ലാം എനിക്കറിയാം. ഒന്നും എന്നിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. അതായത് നിങ്ങൾ അനുഭവിച്ചതെല്ലാം ഒരു വലിയ ശക്തി അറിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായൊരു ഭാഗത്തേക്ക് വരുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരാശയം. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും വെറുതെ ആയിരുന്നില്ല, അതൊരു തയ്യാറെടുപ്പായിരുന്നു. ഈ മാറ്റം എന്താണെന്ന് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളോട് പറയുന്നുണ്ടാവും, ഞാൻ തകർന്നു പോയി എന്ന്. പക്ഷെ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്നോ? നിങ്ങളെ രൂപപ്പെടുത്തുകയായിരുന്നു എന്നതാണ്. ഞാൻ എല്ലാവരുടെയും പിന്നിലാണ് എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ സത്യം ഇതാണ്: നിങ്ങളുടെ സമയം കൃത്യമാണ്. ഇതൊരു വലിയ തടസ്സമായി നിങ്ങൾക്ക് തോന്നുമ്പോൾ സത്യത്തിൽ അതൊരു അവസരമാണ്. ഇവിടെയാണ് ശില്പിയുടെ കൈ എന്നൊരാശയം വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും കൊടുങ്കാറ്റുകളും നമ്മളെ തകർക്കാൻ വേണ്ടി വരുന്നതല്ല, മറിച്ച് ഒരു ശില്പി ഒരു കല്ലിനെ കൊത്തിയെടുത്ത് മനോഹരമായൊരു രൂപമാക്കി മാറ്റുന്നില്ലേ? അതുപോലെ നിങ്ങളെ കൂടുതൽ കരുത്തുള്ള, വ്യക്തമായ ലക്ഷ്യമുള്ള ഒരാളായി മാറ്റിയെടുക്കാനുള്ളതായിരുന്നു ആ അനുഭവങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ ഈ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം ഇതാണ്: മുന്നോട്ടുള്ള വഴി എന്താണ്? ഈ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരും? നമുക്ക് നോക്കാം. ഈ മാറ്റം ജീവിതത്തിൽ വരാനായിട്ട് പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം വീണ്ടും ഉണർത്തുക, അതിനെ ഒന്നുകൂടി ജ്വലിപ്പിക്കുക. 2, ക്ഷമ ശീലിക്കുക. നല്ല കാര്യങ്ങൾ വരാൻ സമയമെടുക്കും, ക്ഷമയോടെ കാത്തിരിക്കുക. മൂന്നാമത്തേത് ഈ സന്ദേശം, ഇത് വെറുതെ കേട്ടുപോകാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലെടുക്കുക. ഇത് തന്നെയാണ് മുന്നോട്ടുള്ള വ്യക്തമായ വഴി. ഇതിനിടയിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: യു ആർ നോട്ട് വാക്കിംഗ് ദിസ് പാത്ത് അലോൺ. അതായത് ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല.
ഓരോ ചുവട് വെക്കുമ്പോഴും നിങ്ങൾക്ക് വഴികാട്ടിയായും പിന്തുണയായും ഒരു ശക്തി കൂടെ ഉണ്ടാകും എന്ന വലിയൊരു ഉറപ്പാണ് ഈ വാചകം നമുക്ക് തരുന്നത്. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരാം. എന്താണ് ആ കാത്തിരിക്കുന്ന അത്ഭുതം? എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഒന്നാമതായി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരവസാനം വരും. പിന്നെ സാമ്പത്തികമായ ഭാരങ്ങളിൽ നിന്ന് ഒരു വലിയ ആശ്വാസം കിട്ടും. തകർന്നുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ സ്നേഹവും വിശ്വാസവും വീണ്ടും ഉണ്ടാകും. ജീവിതത്തിൽ വിജയവും ബഹുമാനവും സമാധാനവും വരും. ഏറ്റവും അവസാനം, നിങ്ങളെ ദ്രോഹിച്ചവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു നിമിഷം വരും. വെറുതെ പറയും, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുന്നു. ഇനി വരുന്ന ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു. അത് മാത്രമല്ല, ഈ മാസാവസാനത്തോടെ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയും കേൾക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾക്ക് കൂടുതൽ ജീവൻ വെക്കുന്നില്ലേ? അവസാനമായി, ഈ സന്ദേശത്തിന്റെ എല്ലാം കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാചകമാണ്. ഇതൊരു അവസാനമല്ല, മറിച്ചൊരു പുതിയ തുടക്കമാണ്. അതെ, ഈ കഥ കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല, ഇനി വരാനിരിക്കുന്ന നല്ലൊരു ഭാവിയെക്കുറിച്ചാണ്, ഒരു പുതിയ അധ്യായത്തെക്കുറിച്ചാണ്. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയുണ്ട്. ആ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ പുതിയ തുടക്കം എങ്ങനെയായിരിക്കും? ഈ വാഗ്ദാനങ്ങളെല്ലാം, ഈ പ്രതീക്ഷകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാരണം അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.